നിങ്ങളുടെ കുട്ടിയുടെ ഒരു തോൾ ഇതുപോലെ മറ്റേതിനേക്കാൾ ഉയർന്നതായി തോന്നാറുണ്ടോ? നേരെ നിൽക്കുമ്പോൾ ശരീരം ഒരു വശത്തേക്ക് ചാഞ്ഞു പോകുന്നതായി തോന്നാറുണ്ടോ? വസ്ത്രം ധരിക്കുമ്പോൾ ഷർട്ട് അല്ലെങ്കിൽ ഡ്രസ്സ് ഒരു വശത്തേക്ക് വലിഞ്ഞിരിക്കുന്നതായി അനുഭവപ്പെടാറുണ്ടോ? എങ്കിലത് സ്കോളിയോസിസ് ആയിരിക്കാം. എന്താണ് സ്കോളിയോസിസ്? അതിന്റെ പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? എങ്ങനെ തിരിച്ചറിയാം? വിശദമായി പറഞ്ഞു തരാം. സ്കോളിയോസിസ് എന്നത് നട്ടെല്ല് ഒരു വശത്തേക്ക് അസാധാരണമായി വളയുന്ന അവസ്ഥയാണ്. സാധാരണയായി നട്ടെല്ല് പുറകിൽ നിന്ന് നോക്കുമ്പോൾ നേർരേഖയിലാണ് കാണപ്പെടുന്നത്. എന്നാൽ സ്കോളിയോസിസ് ഉള്ളവരിൽ അത് ഒരു സി ഷേപ്പിലോ അല്ലെങ്കിൽ എസ് ഷേപ്പിലോ ആണ് കാണപ്പെടുന്നത്. ചിലരിലാകട്ടെ ഈ വളവിനോടൊപ്പം കശേരുക്കൾ ചെറുതായി തിരിഞ്ഞു പോകാനും ഇടയുണ്ട്. എന്താണ് ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ? ഒരു തോള് മറ്റതിനേക്കാൾ കൂടുതലായി ഉയർന്നു കാണപ്പെടുക, പുറകിലുള്ള ഷോൾഡർ ബ്ലേഡ് കൂടുതലായി പുറത്തേക്ക് തള്ളിയിരിക്കുക, അരക്കെട്ടിൽ ഒരു വശത്ത് കൂടുതലായി വളവും മറ്റേ ഭാഗത്ത് കുറവും കാണപ്പെടുക, മുന്നിലേക്ക് കുനിയുമ്പോൾ ഒരു വശം കൂടുതലായിട്ട് മുതുകിൽ ഒരു ഭാഗം കൂടുതലായി ഉയർന്നു കാണപ്പെടുക, വസ്ത്രം ധരിക്കുമ്പോൾ ആകട്ടെ ഷർട്ട് അല്ലെങ്കിൽ ഡ്രസ്സിന്റെ ഒരു വശം വലിഞ്ഞിരിക്കുക, ചിലരിൽ ഒരു കാലിന് മറ്റതിനേക്കാൾ നീള വ്യത്യാസവും കാണപ്പെടാറുണ്ട്. ദീർഘനേരം നിൽക്കുമ്പോൾ പുറംവേദന അനുഭവപ്പെടാം. സ്കൂൾ ബാഗ് അല്ലെങ്കിൽ ലാപ്ടോപ്പ് മുതുകിൽ വച്ച് നിന്നാൽ പുറത്ത് അസ്വസ്ഥത അനുഭവപ്പെടാം. ദീർഘനേരം ഇരുന്ന് പഠിച്ചാലോ അല്ലെങ്കിൽ ഓഫീസിൽ ഇരുന്ന് ജോലി ചെയ്താലോ അസ്വസ്ഥതയും ക്ഷീണവും വേദനയും അനുഭവപ്പെടാം. ചിലർക്കാകട്ടെ സ്പോർട്സ് ചെയ്യുമ്പോൾ ശരീരത്തിന്റെ ബാലൻസ് നഷ്ടപ്പെടുന്ന പോലെയോ ശരീരം ഒരു ഭാഗത്തേക്ക് വേച്ചു പോകുന്ന പോലെയോ എല്ലാം അനുഭവപ്പെടാറുണ്ട്. ആർക്കൊക്കെയാണ് ഇത് കൂടുതലായി കാണപ്പെടുന്നത്? കുട്ടികളിൽ, പ്രത്യേകിച്ച് 10 മുതൽ 18 വയസ്സ് വരെയുള്ള വളർച്ചയുടെ കാലഘട്ടത്തിലാണ് ഇത് കൂടുതലായി കാണപ്പെടുന്നത്. പ്രത്യേകിച്ചും പെൺകുട്ടികളിൽ ഇതിന്റെ പുരോഗതി അധികമായി കാണപ്പെടുന്നു. ചിലർക്ക് ജനനം മുതൽ തന്നെ ഈ ബുദ്ധിമുട്ട് അനുഭവപ്പെടാം. മറ്റു ചിലർക്കാവട്ടെ ന്യൂറോ മസ്കുലർ ഡിസോർഡേഴ്സിന്റെ ഭാഗമായും ഇത് പ്രത്യക്ഷപ്പെടാറുണ്ട്. ഇതിന്റെ ചികിത്സ എന്താണ്? എല്ലാ സ്കോളിയോസിസിനും സർജറി ആവശ്യമില്ല. ആദ്യം ചെയ്യേണ്ടത് ക്ലിനിക്കൽ എക്സാമിനേഷൻ വഴി കണ്ടീഷൻ വിലയിരുത്തുക എന്നുള്ളതാണ്. അതിനുശേഷം ശരിയായ ചികിത്സയും എക്സസൈസും വേണ്ട വിധത്തിലുള്ള റെഗുലർ ഫോളോ അപ്പും ആവശ്യമാണ്. ചില ഗുരുതരമായ അവസ്ഥകളിൽ മാത്രമാണ് മറ്റ് ചികിത്സാ രീതികൾ പരിഗണിക്കേണ്ടതായുള്ളത്. ഒരു പ്രധാന കാര്യം സ്കോളിയോസിസ് നേരത്തെ കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ. എന്തുകൊണ്ടെന്നാൽ വളരുന്ന കുട്ടികളിൽ നേരത്തെ തന്നെ ഇത് കണ്ടെത്താനും ചികിത്സിക്കാനും സാധിച്ചാൽ വളവിന്റെ അളവ് കൂടാതിരിക്കാൻ സഹായിക്കുകയും ഒപ്പം ഭാവിയിൽ അവരുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്നത് ഒഴിവാക്കാനും സാധിക്കും. ഈ വീഡിയോ എല്ലാ മാതാപിതാക്കൾക്കും ഷെയർ ചെയ്തു കൊടുക്കൂ.